Yes, Lord. Oh, thank you. വിശ്വാസത്തോടെ ഒന്ന് പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന് 21-ാമത്തെ വാക്യം. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം സഹിച്ചു. നിങ്ങൾ അവന്റെ കാൽച്ചുവടുകൾ പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചു പോയിരിക്കുന്നു. ജീവവചനത്തിന്റെ പ്രഭാത ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. വഞ്ചനയില്ലായ്മ എന്ന മാതൃക എന്നൊരു വിഷയം നാം ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നു. കുടപ്പുറപ്പുകളെ കഴിഞ്ഞ 2 ദിനങ്ങളിലായി നാം ഈ വാക്യത്തിൽ നിന്നും തന്നെ ധ്യാനിക്കുവാൻ, ക്രിസ്തു നമുക്ക് പിന്തുടരുവാൻ വെച്ചു പോയിരിക്കുന്ന മാതൃക എന്ന വിഷയത്തെക്കുറിച്ച് നാം കേൾക്കുവാൻ, ധ്യാനിക്കുവാൻ ഇടയായി. ആ 2 ചിന്തകളും നിങ്ങളുടെ ഹൃദയത്തിൽ, നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നു. ഇന്നും അതേ വാക്യത്തിൽ നിന്നുകൊണ്ട് അതിൽ തന്നെ ഒരു മാതൃകയെക്കുറിച്ച് ചിന്തിക്കുവാൻ, പഠിക്കുവാൻ നമുക്ക് താല്പര്യപ്പെടാം. കഷ്ടത എന്ന മാതൃക, പാപമില്ലായ്മ എന്ന മാതൃക എന്നീ കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ശ്രദ്ധയോടെ കേൾക്കുവാൻ പരിശുദ്ധനായ കർത്താവ് നമ്മളെ സഹായിച്ചത്. ഇന്ന് വഞ്ചനയില്ലായ്മ എന്ന വിഷയത്തെക്കുറിച്ച് ഈ വാക്യത്തിൽ നിന്ന് ചിന്തിക്കാൻ താല്പര്യപ്പെടുകയാണ്. അവൻ തൻ്റെ ജീവിതത്തിൽ പാലിക്കുകയും തന്നെ അനുഗമിക്കുന്നവർ തന്നെ പോലെ ആകേണ്ടതിനു വേണ്ടി വച്ചു പോയിരിക്കുന്ന മാതൃക
പ്രിയരെ, നാം ഏറ്റെടുത്ത് അനുസരിക്കേണ്ടവരാണ് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതിനാൽ തന്നെ നാം ആ വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ ഒരിക്കലും അവഗണന കാട്ടുവാൻ ഇടയാകരുത്. 1 പത്രോസ് ലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അവൻ്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല. അവൻ്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല. പ്രിയരെ, വഞ്ചനയുടെ ലോകത്തിലാണ് വിളിക്കപ്പെട്ട ദൈവമക്കളായ നാം ജീവിക്കുന്നത്. എവിടെ നോക്കിയാലും എന്തിന് തിരിഞ്ഞാലും വഞ്ചന. മനുഷ്യൻ വഞ്ചിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. മനുഷ്യൻ വഞ്ചിക്കപ്പെട്ടവനാണ്. ഏദനിൽ അവൻ പിശാചിനാൽ വഞ്ചിക്കപ്പെട്ടു. വഞ്ചിക്കപ്പെട്ട മനുഷ്യനിലും വഞ്ചനയുടെ ആത്മാവ് വ്യാപരിച്ച് അവനെ കൊണ്ട് വഞ്ചന ചെയ്യിക്കുന്നു. നാവിൽ വഞ്ചനയില്ലാത്ത മനുഷ്യർ വിരളമായിരിക്കും. വഞ്ചന നിറഞ്ഞ ലോകത്ത്, വഞ്ചിക്കുന്ന മനുഷ്യരുടെ ലോകത്ത്, വഞ്ചനയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിക്കുവാൻ വഞ്ചന ഒട്ടും ഇല്ലാത്തവൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു. കർത്താവായ യേശുക്രിസ്തുവിൽ വഞ്ചന ഒട്ടും ഇല്ലായിരുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ശക്തമായി പഠിപ്പിക്കുന്നു. യെശയ്യാപ്രവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അവൻ സാഹസം ഒന്നും ചെയ്യാതെയും അവൻ്റെ വായിൽ വഞ്ചനയൊന്നും ഇല്ലാതെയും ഇരുന്നിട്ടും അവർ അവന് ദുഷ്ടന്മാരോടുകൂടി ശവക്കുഴി കൊടുത്തു. വഞ്ചനയില്ലാത്തവൻ തൻ്റെ വഞ്ചനയില്ലായ്മയുടെ പരിശുദ്ധിയിൽ കാൽവറിയിലെ തൻ്റെ യാഗമരണം കൊണ്ട് മനുഷ്യനെ വഞ്ചിച്ച പിശാചിൻ്റെ തലയെ തകർത്ത് ക്രൂശിൽ ജയോത്സവം കൊണ്ടാടി. അതോടുകൂടി താൻ ഒരു കാര്യം സാധിപ്പിച്ചു. ഇനിയും താൻ നിമിത്തം വഞ്ചനയിൽ കുടുങ്ങിയ മനുഷ്യനെ വഞ്ചനയില്ലായ്മയുടെ മാതൃകയിലേക്ക് നയിക്കുവാൻ ഇടയായിത്തീരും. അവനിൽ വഞ്ചനയൊന്നും ഇല്ലാതിരുന്നത് പോലെ തന്നെ വീണ്ടും ജനനം പ്രാപിച്ച് തന്നെ പിന്തുടരുന്നവരും വഞ്ചനയില്ലാത്തവരായി ജീവിക്കേണ്ടതാണ്. വാക്കിലും പ്രവൃത്തിയിലും കേൾവിയിലും കാഴ്ചയിലും കൊടുക്കലിലും വാങ്ങലിലും പ്രിയരെ, ക്രിസ്തുവിനെ പോലെ പൂർണ്ണമായും വഞ്ചനയില്ലാത്തവരായും നിർദോഷികളുമായിരിക്കണം നാം ഓരോരുത്തരും എന്ന് പിതാവാം ദൈവം ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവ് അതിനുവേണ്ടി നമ്മളെ പ്രേരിപ്പിക്കുന്നു. അതിലേക്ക് നമ്മളെ നയിച്ചുകൊണ്ടേയിരിക്കുന്നു. ക്രിസ്തുവിൽ വഞ്ചനയില്ലാതിരുന്നിട്ടും അവനെ വഞ്ചകനെന്ന് കുറ്റപ്പെടുത്തുകയും അങ്ങനെ അവനോട് പെരുമാറുകയും ചെയ്ത ലോകം വഞ്ചനയില്ലായ്മയിൽ ദൈവമക്കൾ ജീവിക്കാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ അങ്ങനെ തന്നെ പെരുമാറിയേക്കാം. എന്നാൽ അതിൽ പതറിപ്പോകരുത്, നാം ഓരോരുത്തരും അതിൽ വീണു പോകരുത് എന്ന ദൈവാത്മാവ് ഇന്ന് പ്രഭാതത്തിലും നമ്മെ പ്രബോധിപ്പിക്കുകയാണ്. പ്രാർത്ഥിക്കുന്ന നാവിൽ, സ്തോത്രം പറയുന്ന നാവിൽ, അന്യഭാഷ പറയുന്ന നാവിൽ വഞ്ചനയുണ്ടാകാതെ ദൈവമക്കൾ സൂക്ഷിക്കേണ്ടതുണ്ട്. നിന്റെ വായ നീ ദോഷത്തിന് വിട്ടുകൊടുക്കുന്നു, നിന്റെ നാവ് വഞ്ചന പിണയ്ക്കുന്നു എന്ന സങ്കീർത്തനം 50 നമുക്ക് വായിക്കുവാൻ കഴിയുന്നു. പ്രിയരെ, ഒരു വിശുദ്ധന്റെ ജീവിതത്തിൽ ഇതൊരിക്കലും സംഭവിക്കാതെ സൂക്ഷിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നാം സൂക്ഷിക്കേണ്ട അടുത്ത വിഷയം, നാം അപ്രകാരമുള്ള വ്യക്തികളെ സൂക്ഷ്മതയോടെ ഒഴിഞ്ഞിരിക്കേണ്ടതാണ്. അങ്ങനെയുള്ള വ്യക്തികളെ നാം ഒഴിഞ്ഞു മാറി നടക്കേണ്ടതാണ് എന്നതാണ്. നീ വഞ്ചനാനാവും നാശകരമായ വാക്കുകളൊക്കെയും ഇഷ്ടപ്പെടുന്നു എന്ന് സങ്കീർത്തനം 52 വായിക്കുവാൻ കഴിയുന്നുണ്ട്. നമ്മെക്കുറിച്ച് ഇങ്ങനെ ഒരു കാര്യം ഒരിക്കലും പറയുവാനിടയാകരുത്. നാം ഇത് ഇഷ്ടപ്പെടാതെ ഒഴിഞ്ഞു മാറുന്നവരായിരിക്കണം. വഞ്ചന ഇഷ്ടപ്പെടുന്നവർക്ക് വചനത്തിൽ സന്തോഷിക്കുവാനോ വചനത്തിൽ വളരുവാനോ പറ്റുകയില്ല. കർത്താവ് അതിനെക്കുറിച്ച് പറഞ്ഞത് വിട്ടുകളയരുത്. ഇഹലോകത്തിൻ്റെ ചിന്തകളും ധനത്തിൻ്റെ വഞ്ചനയും മറ്റു വിഷയമോഹങ്ങളും അകത്തു കിടന്ന് വചനത്തെ ഞെരുക്കി നിഷ്ഫലമാക്കി തീർക്കുന്നതാകുന്നു. മർക്കോസിന്റെ സുവിശേഷത്തിൽ ഈ കാര്യത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നു. അതുകൊണ്ട് കൂടപ്പിറപ്പുകളെ, വഞ്ചനയില്ലായ്മ ഒരു വിശുദ്ധ ജീവിതത്തിൻ്റെ ശക്തമായ പ്രാഗൽഭ്യമാണ്. അവനിൽ വഞ്ചനയൊന്നുമില്ലായിരുന്നു എന്ന് നമ്മുടെ കർത്താവിനെ കുറിച്ച് പറഞ്ഞ സാക്ഷ്യം
നമ്മെക്കുറിച്ചും പരിശുദ്ധാത്മാവ് പറയുവാൻ ഇടയാകും. വഞ്ചനയില്ലാതിരുന്ന ഒരുവന് മാത്രമേ ഈ ലോകത്തെ ജയിക്കുവാനും രക്ഷിക്കുവാനും പാപികളെ സ്നേഹിക്കുവാനും ആകുമായിരുന്നുള്ളൂ. നമ്മിലും വഞ്ചനയില്ലായ്മ എന്ന മാതൃകയുണ്ടെങ്കിൽ മാത്രമേ പ്രിയരെ നമുക്ക് ആത്മാക്കളെ രക്ഷയിലേക്ക് നയിക്കുവാനാകുകയുള്ളൂ. എന്നതുകൊണ്ട് കർത്താവിൻ്റെ കൽപ്പന, വഞ്ചനയില്ലാത്തവരായി ജീവിക്കുക എന്ന കൽപ്പന നാം സന്തോഷത്തോടെ ഏറ്റെടുത്ത് അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നവരാകരുത്, നാം മറ്റുള്ളവരെ വഞ്ചിക്കുന്നവരാകരുത്. ദൈവത്തിൻ്റെ വചനം കൊലോസ്യ ലേഖനത്തിൽ വായിക്കുന്ന വെറും വഞ്ചന കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിപ്പീൻ. അതൊരു മുന്നറിയിപ്പായി ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് നൽകി തന്നിരിക്കുന്ന വാക്യമാണ്. വഞ്ചനയുടെ പുറകിൽ പ്രിയരെ ഒരു ആത്മാവുണ്ട്. സത്യത്തിൻ്റെ ആത്മാവ് ഏതെന്നും വഞ്ചനയുടെ ആത്മാവ് ഏതെന്നും നാം തിരിച്ചറിഞ്ഞ് നമ്മുടെ ഹൃദയത്തിലും നാവിലും വഞ്ചനയില്ലാത്തവരായി തീർന്ന നമുക്ക് ക്രിസ്തുവിൻ്റെ കാൽച്ചുവട് പിന്തുടരുവാൻ നമുക്ക് കഴിയണം. അതിനുവേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കുവാൻ ഇന്ന് പകലിൽ താല്പര്യപ്പെടുന്നു. ദൈവാത്മാവിൻ്റെ സഹായം ഏറ്റെടുക്കേണ്ടതിന് വേണ്ടി നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ കർത്താവേ, ഈ നല്ല ദിവസവും ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം കർത്താവ് ഞങ്ങൾക്ക് കാണിച്ചു പോയ തന്നേച്ചു പോയ മാതൃക അത് തിരിച്ചറിഞ്ഞ് അത് പഠിച്ച് അത് ഏറ്റെടുത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ഞങ്ങളും മാതൃകയുള്ളവരായി തന്നെ ജീവിതത്തിൽ നിലകൊള്ളുവാൻ പരിശുദ്ധാത്മാവിനാൽ സാക്ഷ്യം കൈവരിക്കുവാൻ ഞങ്ങളെ ഏവരെയും സഹായിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരെയും ഇന്ന് പകലിൽ അവരുടെ പ്രാർത്ഥനയാൽ സമർപ്പണത്താൽ അനുഗ്രഹിക്കണമേ. ഇന്നിൻ്റെ മറുപടികളും വിടുതലുകളും സൗഖ്യമായി അനുഗ്രഹമായി ആരോഗ്യമായി കൽപ്പിച്ച് മാനിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇത് ചെയ്യുന്നതിനായി സ്തോത്രം. മഹത്വം അങ്ങയ്ക്ക്. സകലത് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന് യേശു ക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്നപ്പ ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരെ, വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ചപ്പെട്ട കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ. Yes, Lord. Oh, thank you. വിശ്വാസത്തോടെ നിത്യനാട